हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण हरे कृष्ण 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 हरे हरे, ശ്രീരാധാ हरे ഗോവിന്ദ രാമ വിദ്യാപീഠത്തിലുള്ള രാമ ഹരേ ഭാഗവതം ഹരേ. പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം മേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാന്തി സുപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാനിധം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം ശ്രീകൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഗണലളിത ശ്രീവിശാഖാന്വിതംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപേശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമാം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനി. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണി. നമാം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിൻ ഇതി നാമിനി. നവാചാര്യപാദായ നിതായ കൃപപ്രദായിനെ ഗൗരകഥാദാമദായ നഗരഗ്രാമതാരിണേ. നാരായണം നമസ്കൃഭ്യാം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതിർ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ 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 കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. എല്ലാവർക്കും പ്രണാമം പ്രണാമം. മാതാജി. മാതാജി. അഞ്ചാമത്തെ അഞ്ചാമത്തെ ശ്ലോകമാണ് അല്ലെ. അപ്പൊ നാലാമത്തെ ശ്ലോകത്തിൽ എന്താ പറഞ്ഞേ? ഹരേ കൃഷ്ണ പ്രണാം മാതാജി. നമ്മുടെ ഷഡ്ഗോസ്വാമിമാരെ പറ്റിയിട്ടാണ് പറഞ്ഞത് അല്ലെ, അതെ. പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോ എന്ത് വേണം ജീവിതത്തിന്റെ അനന്തര ഘട്ടത്തിലെങ്കിലും ഈ അനുശീലനത്തിൽ, അതായത് ഭക്തി സേവനങ്ങൾ ചെയ്തിട്ട് ഭഗവാനിലേക്ക് എത്താനുള്ള ഒരു ശ്രമം വേണമെന്ന് നമ്മളോട് പറഞ്ഞു. അത് നിരന്തര പരിശ്രമമാണെന്ന് പറഞ്ഞു. പക്ഷെ ഇതൊന്നും സാധിച്ചില്ലെങ്കിൽ എങ്ങനെ വേണം? ഖഡ്ഗ മഹാരാജാവിനെ പോലെ ആ അവസാന നിമിഷത്തെങ്കിലും ഭഗവാനെ കുറിച്ച് ഓർക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അപ്പൊ അതുവരെ ഭക്തിയുത സേവനം ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിലും ഏതെങ്കിലും മുൻജന്മ സുഹൃതം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ആ സുഹൃതം കൊണ്ട് ആ സമയത്ത് ഒരു ഭക്തന്റെ ഒരു അമ്പലത്തിന് മുമ്പിൽ വെച്ച് ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ വെച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരാൾ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അയാളുടെ മുൻജന്മ സുഹൃത്താണ് അല്ലെ, ശരിക്കും പറഞ്ഞാൽ. അതുവരെയും ജപിക്കാത്ത ഒരാളാണെങ്കിലും. അപ്പൊ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ, അപ്പൊ അതായത് അവസാനത്തെ ആ ഒരു നിമിഷത്തില് ഭഗവാനെ സ്മരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഭഗവാന്റെ ധാമത്തിലേക്ക് പോകും എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്താ പറയുന്നത്? ജീവിതത്തിന്റെ അനന്തര ഘട്ടത്തിലെങ്കിലും ഈ അനുശീലനത്തിലേക്ക് കടക്കാൻ സാധിക്കണം എന്ന് പറഞ്ഞു. ഇനി ഇതില് എന്താ പറയുന്നത്? ഇനി അഞ്ചാമത്തെ ശ്ലോകത്തില് എന്താണ് അതിന്റെ അർത്ഥം പറഞ്ഞത്? അപ്പൊ എന്തുകൊണ്ടാണ് ഒരു ജ്ഞാനികളായിട്ടുള്ള ആൾക്കാര് മറ്റുള്ളവരുടെ മുഖസ്തുതിയിൽ വീഴുന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത് അല്ലെ. അതായത് എന്തുകൊണ്ടാണ് അപ്പൊ അവർക്ക് ഇത്രയും എന്താണ് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് എന്താ പറയുന്ന ഒരു കീറത്തുണി പോലും കിട്ടാനില്ലേ? അതുപോലെ മരങ്ങളിൽ നിന്ന് ഒരു ഫ്രൂട്ട്സോ ഫലങ്ങളോ ഒന്നും കിട്ടുന്നില്ലേ? അതുപോലെ എന്താണ് പുഴകളിൽ വെള്ളം മുഴുവൻ വറ്റിപ്പോയോ? ഒരു തുള്ളി വെള്ളം പോലും കിട്ടാനില്ലേ ദാഹം അടക്കാനായിട്ട്? ഇങ്ങനെയാണ് ചോദിക്കുന്നത് അല്ലെ. അതോ പരമദിവ്യോത്ത പുരുഷന്റെ അനുഗ്രഹം ഇല്ല എന്നായോ? ഇതൊക്കെ ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് കഠിന യത്നത്താൽ സമ്പാദിച്ച ധനത്തിൽ അത്യന്തം ലഹരി കൊണ്ട് ധനാഢ്യരുടെ മുഖസ്തുതി പാഠകരായത് നമ്മൾ കാണാം. ഇതിപ്പോ ഇത് എന്താ പറയാ, ഭാഗവതത്തിൽ 5000 കൊല്ലം മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ ഈ പ്രഭുപാദയുടെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഗുരു എന്ന് പറയുന്നത് ഭക്തി സിദ്ധാന്ത സരസ്വതിയാണ്. ഓക്കെ. അപ്പം മരിക്കുന്നതിന് മുമ്പ് അത്രയും വലിയ ഒരു വൈഷ്ണവ മഠങ്ങളാണ് അദ്ദേഹം ഉണ്ടാക്കിയിരുന്നത്. അതിൽ ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു. അത് അത്രയും സിൻസിയർ ആയിട്ടുള്ള ഒരു ആചാര്യനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജ് പറയുന്നത്. അപ്പൊ പക്ഷെ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് എന്തുണ്ടാവുന്നുണ്ടെങ്കിൽ ഒരു വലിയ അമ്പലം കെട്ടും.
അവിടെ തന്നെ എല്ലാവർക്കും താമസിക്കാനുള്ള സൗകര്യങ്ങൾ. അന്നെന്ന് പറയുമ്പോൾ ഈ ഓൺലൈൻ സത്സംഗമൊന്നും ഇല്ലല്ലോ. അപ്പം എല്ലാവരും ഒരു സ്ഥലത്ത് താമസിക്കുക, അവിടെ ഭക്തി സേവനങ്ങൾ ചെയ്യുക, പ്രചരണം നടത്തുക, അങ്ങനെയൊക്കെയാണ് ഇതിന്റെ മാർഗം ഉണ്ടായിരുന്നത്. ചൈതന്യ മഹാപ്രഭുവിന്റെ സന്ദേശം തന്നെയാണ് അവര് എല്ലായിടത്തും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നിരുന്നത്. പക്ഷെ എന്ത് സംഭവിച്ചു എന്നുണ്ടെങ്കിൽ ഈ അദ്ദേഹത്തിന്റെ മരണശേഷം ആ അമ്പലം ഉണ്ടല്ലോ, ആ അമ്പലത്തിൽ തന്നെയാണ് ഇവിടെ താമസിച്ചിരുന്നത്. അപ്പൊ ഏറ്റവും നല്ല മുറി, ഏറ്റവും നല്ല ശിഷ്യന് വേണം. അതായത് ഭക്തി സിദ്ധാന്ത സരസ്വതി വരുമ്പോൾ താമസിക്കാറുള്ള റൂം എന്ന് പറയുന്നത് ഏറ്റവും എന്താണ് പ്രധാനപ്പെട്ട ശിഷ്യനെ കിട്ടണം. അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ട് അവരെല്ലാവരും കൂടിയിട്ട് അടിയാവാണ് ചെയ്യുന്നത്. അവസാനം ആ ഒരു എന്താ പറയാ, എല്ലാ ശിഷ്യഗണങ്ങളും വേർതിരിഞ്ഞു പോയി ആ പ്രചരണം തന്നെ നിന്ന് പോകുന്ന ഒരവസ്ഥയിൽ ആവാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. അപ്പൊ സന്യാസിമാരാവുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് എവിടെ വേണമെങ്കിലും ഉറങ്ങാം, സുഖത്തിലും ദുഃഖത്തിലും ഒന്നും അവർക്ക് വ്യത്യാസം തോന്നില്ല എന്നുള്ളതാണ് ഭഗവത്ഗീത നമ്മളെ പഠിപ്പിച്ചത്, അല്ലെ? അതുപോലെ തന്നെ ചൂടും എന്താണ് തണുപ്പും എല്ലാം അവർക്ക് ഒരുപോലെയാണ് അനുഭവപ്പെടുക ആ ലെവലിലെത്തിയ ആൾക്കാർക്ക്. പക്ഷെ ഇവരെന്താണ് ചെയ്തത്? അവര് സ്ഥാനത്തിനും എന്താണ് പ്രശസ്തിക്കും വേണ്ടിയിട്ടുള്ള കലഹത്തില് ആ ഒരു പ്രചരണം തന്നെ ഇല്ലാണ്ടായി. ആ ഒരു എന്താ പറയാ, വൈഷ്ണവ ആ കൾട്ട് അവര് ഭക്തി സിദ്ധാന്ത സരസ്വതിയുടെ അതങ്ങനെ അവസാനിച്ചു പോവുകയാണ് ചെയ്യുന്നത്. പിന്നെയാണ് പ്രഭുപാദര് വന്നു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കാനായിട്ട് അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് പോകുന്നത്. അതിനുശേഷം ഇസ്കോൺ എന്നുള്ള രീതിയിലാണ് അത് ഇത്രയും നാടുകളിൽ ഇപ്പോൾ വ്യാപിച്ചു കിടക്കുന്നത്, അമ്പലങ്ങളും അതുപോലെ തന്നെ പുസ്തക പ്രചരണവും ഒക്കെ ആയിട്ട്. അപ്പം എന്താണ് ശരിക്കും സന്യാസിമാരാകുമ്പോൾ ശരിക്കും നമ്മളുടെ ആ ഒരു സ്ഥാനമാനങ്ങൾക്ക് ഒന്നും ആഗ്രഹം പാടില്ല. പക്ഷെ അവർക്ക് എന്തുണ്ടായി? അതുണ്ടായി, അല്ലെ? അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരുപാട് ശിഷ്യന്മാര് അമേരിക്കൻ ഐക്യനാടുകൾക്ക് ഇതിനു മുമ്പും വന്നിട്ടുണ്ട്. പ്രഭുപാദ ആദ്യമായിട്ട് പോയ ആളല്ല അവിടേക്ക് പ്രചാരണത്തിന്. അവർക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എന്തായി? അവിടുത്തെ ആൾക്കാരുടെ രീതിയിലേക്ക് മാറുകയാണ്. ഈ സന്യാസ വസ്ത്രം സ്വീകരിച്ച് പോകുമ്പോൾ നമ്മളുടെ ആ കാവ്യ വസ്ത്രത്തില് നിൽക്കുന്ന ഒരാളെ ആർക്കും ബഹുമാനമില്ല എന്ന് തോന്നിയത് കൊണ്ട് അവർ സോട്ടും കൂട്ടൊക്കെ ധരിച്ചുകൊണ്ട് ധനം സമ്പാദിക്കുക, അവർ സുഖമായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു മാർഗം കൂടി അവലംബിച്ചുകൊണ്ട് പ്രചരണം നടത്താൻ ശ്രമിക്കുകയാണ് ചെയ്തത്. പക്ഷെ ആ പ്രചരണങ്ങളൊന്നും എവിടെയും എത്തിയില്ല, ആരെ കാതിലും എത്തിയില്ല. ഒരാളെ പോലും കൃഷ്ണാവബോധത്തിൽ കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തില്ല എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ മീനിങ് ഇവിടെ പറയുന്നത്. കഠിന യത്നത്താൽ സമ്പാദിച്ച ധനത്തിൽ അത്യന്തം ലഹരി കൊണ്ട ധനാഢ്യരുടെ മുഖസ്തുതി പാഠകരായത് എന്തുകൊണ്ടാണ് ഇവരൊക്കെ എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ അതിലാണ് ഇപ്പൊ നമ്മുടെ ഗോസ്വാമിമാരെ കാര്യം പറയുമ്പോൾ മറ്റു ഗോസ്വാമിമാര്, ശ്രീ രൂപ ഗോസ്വാമിയും മറ്റു ഗോസ്വാമിമാരും അനുഷ്ഠിക്കുന്ന പ്രധാന കർത്തവ്യം വൃന്ദാവനത്തിലെ സേവാകുഞ്ചത്തിൽ പാണ്ഡിത്യപൂർണമായ സംവാദങ്ങളിൽ അന്യോന്യം ഏർപ്പെടുകയാണ്. അപ്പൊ ഇവര് എപ്പോഴും വന്നു കഴിഞ്ഞിട്ട് ആ ഷഡ്ഗോസ്വാമിമാര് റിയലൈസ്ഡ് സോൾസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ? എന്നിട്ട് പോലും പരസ്പര സംവാദത്തിൽ ഏർപ്പെടും. അപ്പൊ പലർക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം. അപ്പൊ എന്താണ് അവര് എല്ലാവരും, പക്ഷെ ലക്ഷ്യം എല്ലാവരുടെയും ഒന്നാണ്. എന്താണ്? ഈ ലോകത്തിലുള്ള ഭൗതികതയിൽ മുഴുകിയിട്ടുള്ള എല്ലാവരെയും എവിടേക്ക് കൊണ്ടു ചെല്ലണം? ഭഗവാന്റെ ധാമത്തിലേക്ക് കൂട്ടിയിട്ട് പോകണം. അതിന്റെ മാർഗങ്ങൾ എന്താണ് എന്നുള്ളതാണ്. അപ്പൊ എന്തൊക്കെ ചേഞ്ച് വരുത്താം? അവർ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഈ ഗോസ്വാമിമാരെല്ലാവരും. ശ്രീല ഗോസ്വാമി സ്ഥാപിച്ച ശ്രീ രാധാ ദാമോദര ക്ഷേത്രം ചെയ്യുന്ന സ്ഥാനവും അതാണ് സേവാകുഞ്ച് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ രാധാ ദാമോദര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ രൂപ ഗോസ്വാമിയുടെയും ജീവ ഗോസ്വാമിയുടെയും ശവകുടീരം അവിടെ തന്നെയാണ് എന്നാണ് പറയുന്നത്. സമ്പൂർണ്ണ മാനവരാശിയുടെയും നന്മയ്ക്കായി അതീന്ദ്രിയ പ്രാധാന്യമുള്ള അമേയമായ ഗ്രന്ഥങ്ങൾ നൽകിയിട്ട് അവർ വിടകൊണ്ടിരിക്കുന്നു. അതാണ്, ഇവരൊക്കെ പുസ്തകങ്ങൾ അത്രയും ഇതാണ്, പ്രസിദ്ധാണ്. അപ്പൊ ഇതിന്റെയൊക്കെ ഇവരുടെ എല്ലാ ആശയങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഭാഗവതത്തിലെ അതുപോലെ പ്രഭുപാദ എഴുതിയ ഓരോ പുസ്തകങ്ങളിലെയും ഭാവാർത്ഥം ഉണ്ടാവുക. ഇവരുടെയൊക്കെ ആശയങ്ങൾ അവരെന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആ ഷഡ്ഗോസ്വാമിമാരുടെ പലപ്പോഴും പരാമർശം കാണാം പ്രഭുപാദയുടെ ഭാവാർത്ഥങ്ങളില്. അതുപോലെ സന്യാസം സ്വേച്ഛയാൽ സ്വീകരിച്ച എല്ലാ ആചാര്യന്മാരും മാനവ സമൂഹത്തിന്റെ നന്മയെ ലക്ഷീകരിച്ചിരിക്കുന്നു. അല്ലാതെ മറ്റുള്ളവരുടെ ചെലവിൽ സുഖകരമായ ജീവിതം അല്ലെങ്കിൽ നിരുത്തരവാദപരമായ ജീവിതം നയിക്കുകയല്ല അവരുടെ ലക്ഷ്യം. അതാണ് പറഞ്ഞത്. ഇപ്പം എന്തുകൊണ്ടാണ് ഭക്തി സിദ്ധാന്ത സരസ്വതിയുടെ ശിഷ്യന്മാർ പരാജയപ്പെട്ടത്? അവിടെ അമേരിക്കൻ ഐക്യനാട് ഇപ്പൊ അവിടെ സുഖമായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു ലക്ഷ്യം കൂടി അവരുടെ ഉള്ളിൽ വന്നു, അല്ലെ? മറ്റുള്ളവരുടെ ചെലവിൽ സുഖകരമായ ജീവിതം എന്നുള്ളത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷ്യത്തിൽ നിന്ന് മാറുകയാണ്. അതുകൊണ്ടാണ് നിരുത്തരവാദപരമായ ജീവിതം എന്ന് പറയുന്നത്. എങ്കിലും സമൂഹ നന്മയ്ക്കായി യാതൊരു സംഭാവനയും നൽകാൻ കഴിയാത്തവർ ആഹാരത്തിനായി ഗൃഹസ്ഥരെ സമീപിക്കരുത്. അപ്പൊ നമ്മളൊരു ഭിക്ഷയെടുത്ത് ജീവിക്കുക എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം അർപ്പിച്ചവരായിരിക്കണം. അതായത് നമ്മൾക്ക് പണം സമ്പാദിക്കാനും അതുപോലെ തന്നെ നമ്മൾക്ക് അതുകൊണ്ടുള്ള സാധനങ്ങൾ വാങ്ങി കുക്ക് ചെയ്ത്
കഴിക്കാനും ഉള്ള സമയം നമ്മൾക്ക് ഇല്ല. എന്തുകൊണ്ട്? മറ്റുള്ളവരുടെ സേവനങ്ങളിൽ അവരെ ഭഗവാനിലേക്ക് അടുപ്പിക്കുന്ന യജ്ഞങ്ങളിൽ മുഴുകിയത് കൊണ്ട് എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഭിക്ഷ യാചിക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്നാണ് ഇവിടെ പറയുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഈ മാർഗം തൊഴിലായി സ്വീകരിച്ചിരിക്കുന്ന ഭിക്ഷാന്തേഹികൾക്ക് വിശേഷിച്ചും ശ്രീ ശുകദേവ ഗോസ്വാമി ഈ മുന്നറിയിപ്പ് നൽകുന്നു. കലിയുഗത്തിൽ അത്തരം ഭിക്ഷാന്തേഹികൾ ധാരാളമുണ്ട്. നമ്മൾ കാണാറുണ്ടല്ലേ സ്ട്രീറ്റുകളിലൊക്കെ ഒരുപാട് പേര്. എങ്കിലും നമ്മൾ അപ്പൊ കുറെ പേര് കാണുമ്പോൾ ചിലർക്ക് വന്ന് കൈ ഉണ്ടാവില്ല, കാലുണ്ടാവില്ല. ശരി, ഓക്കെ, ബുദ്ധിമുട്ടാണ്, അവർക്കൊരു ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും നമുക്ക് കൊടുക്കാം എന്ന് വിചാരിക്കാം. പക്ഷേ കയ്യിനും കാലിനൊന്നും ഒരു പ്രോബ്ലം ഇല്ലാത്ത ആൾക്കാർ കൂടി ഭിക്ഷയെടുത്ത് നടക്കുന്നത് കാണാം. കാരണം എന്താണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ കുറച്ച് പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗമായിട്ട് അതിനെ കാണുകയാണ്. അപ്പൊ അതുകൊണ്ട് അത് വെച്ചിട്ട് നമുക്ക് സമാധാനമായിട്ട് ഭക്ഷണം കിട്ടുന്നു, സുഖമായിട്ട് ഇരിക്കാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ ചെലവില് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണല്ലോ ആ ഒരു അവസ്ഥ പറയുന്നത്. അപ്പൊ കലിയുഗത്തിൽ ഇത്തരം ആൾക്കാരെ നമ്മൾ നിറയെ കാണാം. നമ്മൾ അമ്പലങ്ങളുടെ ഒക്കെ പുറത്ത് നിറയെ കാണാറുണ്ട് അല്ലെ. ഒരുവൻ സ്വേച്ഛയാലോ അല്ലെങ്കിൽ സാഹചര്യം, അതുപോലെ തീവണ്ടികളിൽ, ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണാം ഇതുപോലെ. ഒരുവൻ സ്വേച്ഛയാലോ അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താലോ ഭിക്ഷാന്തേഹിയായി മാറുന്ന പക്ഷം പ്രപഞ്ചത്തിലെ എല്ലായിടത്തുമുള്ള സകല ജീവസത്തകളുടെയും പരിപാലകൻ പരമപുരുഷനായ പരമോന്നത ഭഗവാനാണെന്ന ദൃഢവിശ്വാസവും ഗാഠഭക്തിയും നിശ്ചയമായും അവന് ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പൊ ഈ ഭിക്ഷാന്തേഹികൾ ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഭഗവത് സേവനത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച ജീവിതമായിരിക്കണം. അവർക്ക് സ്വയം എനിക്ക് എന്നുള്ള ഒരു കൺസെപ്റ്റ് അവരുടെ ഉള്ളിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. ഭഗവത് സേവനത്തിൽ 100% വ്യാപൃതനായ സമർപ്പിത ആത്മാവിന്റെ സംരക്ഷണം അദ്ദേഹം തള്ളിക്കളഞ്ഞേക്കുമെന്ന് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു സാധാരണ യജമാനൻ തന്റെ സേവകന്റെ ആവശ്യകതകൾ ആരായുന്നു. അങ്ങനെയായാൽ സർവശക്തനും സർവ ഐശ്വര്യപൂർണനുമായ പരമോന്നത ഭഗവാൻ ഒരു പൂർണ്ണ സമർപ്പിത ആത്മാവിന്റെ ജീവിത ആവശ്യകത്വങ്ങളെ എത്രത്തോളം നിറവേറ്റിയേക്കും. അപ്പൊ അതാണ്, നമ്മളൊരു ജോലിക്ക് പോകുമ്പോൾ നമ്മൾ ഒരാൾക്ക് സേവനം ചെയ്യുന്നത് അല്ലെ. അവിടെ ചില കമ്പനികളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവര് ഉച്ചക്കലത്തെ ലഞ്ചൊക്കെ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു വളരെ മിനിമം റേറ്റിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഭക്ഷണം അവിടെ കിട്ടും എന്നുള്ള പോലെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും അവർ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെ. അപ്പോ ഒരു സാധാരണ എംപ്ലോയർ തന്നെ, ഒരു ഉടമസ്ഥൻ തന്നെ തന്റെ ജോലിക്കാർക്ക് വേണ്ടിയിട്ട് ഇത്രയും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അതാണ് ഈ എല്ലാ പ്രപഞ്ചങ്ങളുടെയും സൃഷ്ടാവായ എല്ലാത്തിന്റെയും ഉടമയായിട്ടുള്ള ഭഗവാൻ തന്റെ സൃഷ്ടികൾക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല എന്ന് നമ്മൾക്ക് വിചാരിക്കാനായിട്ട് പറ്റുമോ? അതായത് പ്രത്യേകിച്ച് പൂർണ്ണമായിട്ടും അദ്ദേഹത്തെ ശരണാഗതി പ്രാപിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ട് അതാണ് പറയുന്നത്. ഭഗവാന് വേണ്ടി പൂർണ്ണ ശരണാഗതി പ്രാപിച്ചു കഴിഞ്ഞാല് നമ്മൾക്ക് അതിനു വേണ്ടിയിട്ടുള്ള ഉദ്യമം വേറെ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും മൃഗാരിയുടെ കഥ അറിയാവുന്നതാണ് അല്ലെ, വീണ്ടും പറയേണ്ട ആവശ്യമില്ല. മൃഗാരിയോട് എന്താണ് നാരദർ പറഞ്ഞത്? നീ ഭക്ഷണത്തിന് വേണ്ടിയിട്ടല്ലേ, നിന്റെ വീട്ടിലുള്ള ആൾക്കാരെയും തീറ്റിപ്പോറ്റാൻ വേണ്ടിയിട്ടല്ലേ ശരിക്കും ഈ തെറ്റ് ചെയ്യുന്നത്? അത് ഞാൻ പ്രോമിസ് ചെയ്യുന്നു, നിനക്ക് ഭക്ഷണവും കിട്ടും, നിന്റെ വീട്ടുകാരെയും തീറ്റിപ്പോറ്റാനുള്ള ഭക്ഷണം നിനക്ക് കിട്ടും. നീ ആ കൂടെ ഒന്ന് എന്ത് ചെയ്താൽ മതി? ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് പൂർണ്ണ ശ്രദ്ധയോട് കൂടിയിട്ട് നാമം ജപിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. ആ നാമം ജപിച്ചു കഴിഞ്ഞപ്പോ എന്താ ഉണ്ടായത്? ശരിക്കും നാരദര് വന്നു കഴിഞ്ഞിട്ട് ഡെയിലി ഭക്ഷണം അവിടെ കൊണ്ടുവന്ന് എത്തിച്ചേരുന്നോ? ഇല്ല. ആരാണ് എത്തിച്ചത്? പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനാണ്. എങ്ങനെയാണ് എത്തിച്ചത്? അവിടെയുള്ള ഓരോരുത്തരും വിചാരിച്ചു എത്ര മൃഗീയമായ ജീവിതം നയിച്ചിരുന്ന ഈ മൃഗാരി ഒരു ശുദ്ധഭക്തനായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് ആ ഭക്തി സേവനത്തിന് നമ്മൾ സഹായിക്കണം എന്നുള്ള മനോഭാവത്തോടു കൂടി ഓരോ വീട്ടിൽ നിന്നും ഒരാൾക്കുള്ള ഭക്ഷണം അവിടെ കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പൊ എത്രയോ വീടുകളുണ്ട്, അപ്പൊ എത്രയോ പേർക്കുള്ള ഭക്ഷണമാണ് അവിടെ എത്തിയത് അല്ലെ. അതാണ് പരമ ദിവ്യോത്തമ പുരുഷന്റെ ആ ഒരു എന്താ പറയാ കരിഷ്മ എന്നൊക്കെ പറയില്ലേ, കാരുണ്യം എന്ന് പറയുന്നത്. സാമാന്യ നിയമം എന്നാൽ ആരോടും ദാനമായി ആവശ്യപ്പെടാതെ അരയിൽ ചുറ്റാൻ ആവശ്യമായ എത്ര ചെറിയ തുണിക്കഷ്ണം മാത്രമേ ഒരു ഭിക്ഷാന്തേഹി ധരിക്കാവൂ, അല്ലെങ്കിൽ സ്വീകരിക്കാവൂ. തെരുവിൽ വലിച്ചെറിഞ്ഞ കീറിയ വസ്ത്രങ്ങളിൽ നിന്നും അദ്ദേഹത്തിന്റെ ആ കുറവ് നികത്തണം. ഇത് ഒരാളോട് ഭിക്ഷ അയച്ചിട്ടല്ല. ഈ എന്താണ് തെരുവുകളിലോ കാര്യങ്ങളൊക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, അങ്ങനത്തെ തുണിയാണ് അവർ ഉടുക്കേണ്ടത്. വിശക്കുമ്പോൾ ഫലങ്ങൾക്ക് പൊഴിക്കുന്ന വൃക്ഷത്തിന്റെ അടുക്കളേക്കും ദാഹിക്കുമ്പോൾ നദിയിൽ നിന്നും ജലം കുടിക്കാനും അദ്ദേഹത്തെ അനുവദിച്ചിരിക്കുന്നു. അദ്ദേഹം സുഖകരമായ ഗൃഹങ്ങളിൽ വസിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഏവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഭഗവാനിൽ വിശ്വാസം അർപ്പിച്ച് വന്യമൃഗങ്ങളെ ഭയപ്പെടാതെ കുന്നുകളിൽ ഒരു ഗുഹ കണ്ടെത്തി അതിൽ വസിക്കണം. എവിടെയാണ് വസിക്കേണ്ടത്? ഗുഹമാരി ഉണ്ടാവും അല്ലെ പല സ്ഥലങ്ങളിലായിട്ട്. ഭഗവത് ഭക്തരെ ശല്യപ്പെടുത്തരുത് എന്ന് ഭഗവാൻ കടുവകൾക്കും മറ്റ് വന്യമൃഗങ്ങൾക്കും ആദേശം നൽകിയിട്ടുണ്ടാവാം. അതാണ്, അവരാരും ഏതെങ്കിലും ഒരു ഇതുപോലെ തപസ്സിന് പോയ ആൾക്കാരെ മരിച്ച് അവിടെ അവരുടെ ശവശരീരം കാണുന്നു, എല്ല് കാണുന്നു എന്നൊന്നും നമ്മൾ കേൾക്കാറില്ല പൊതുവെ. അപ്പൊ അവര് ശല്യപ്പെടുത്തരുത് എന്നുള്ളത് ആര് നിർദ്ദേശമാണ്? ഭഗവാന്റെയാണ്. അങ്ങനത്തെ ആൾക്കാരെ പൂർണ്ണമായും ഭക്തിയിൽ മുഴുകിയിരിക്കുന്ന ഒരാളെയും ഒരു വന്യമൃഗങ്ങളും കൊല്ലില്ല എന്നുള്ളതാണ്. നമുക്ക് ജാർഖണ്ഡിലെ ചൈതന്യ മഹാപ്രഭു പോകുമ്പോഴത്തെ കഥ അറിയാം അല്ലെ. അദ്ദേഹം ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്നതോട് കൂടിയിട്ട് കടുവയും മാനും
മുയലും എല്ലാം കൂടി ഒരുമിച്ചാണ് നൃത്തം ചെയ്ത് അദ്ദേഹത്തോടൊപ്പം ആ കാട് കഴിയുന്നത് വരയ്ക്കും ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ എന്താ അവർക്ക് ശത്രുത ഉണ്ടായിരുന്നു? ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ മഹാഭക്തനായ ഹരിദാസ് ഠാക്കൂർ അങ്ങനെ ഗുഹയിൽ ജീവിച്ചിരുന്നു. സന്ദർഭവശാൽ കൊടിയ വിഷയമുള്ള ഒരു പാമ്പും അതേ ഗുഹയിൽ അദ്ദേഹത്തോടൊപ്പം വസിച്ചിരുന്നു. ഹരിദാസ് ഠാക്കൂറിനെ പതിവായി സന്ദർശിച്ചിരുന്ന ചില ഭക്തർ സർപ്പത്തെ ഭയപ്പെടുകയും അദ്ദേഹം ഈ സ്ഥലം ഉപേക്ഷിക്കുന്നതാണ് നല്ലതെന്ന് ഉപദേശിക്കുകയും ചെയ്തു. എന്തെന്നാൽ അദ്ദേഹത്തിന്റെ ഭക്തർ ആ സർപ്പത്തെ ഭയപ്പെട്ടിരുന്നു. മാത്രവുമല്ല അവർ പതിവായി അദ്ദേഹത്തെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. നമ്മൾക്ക് അതിൽ പേടി തോന്നും അല്ലെ? ആകയാൽ അവർക്ക് വേണ്ടി ശ്രീ ഹരിദാസ് ഠാക്കൂർ അവരുടെ ആ നിർദ്ദേശത്തോടെ യോജിച്ചു. പക്ഷേ അദ്ദേഹം ഗുഹ ഉപേക്ഷിക്കാൻ തീർച്ചപ്പെടുത്തിയപ്പോൾ സർപ്പം ഉടൻ തന്നെ ഗുഹയിലുള്ള അതിന്റെ പൊത്തിൽ നിന്നും ഇഴഞ്ഞ് പുറത്തേക്കിറങ്ങുകയും എല്ലാവരുടെയും സാന്നിധ്യത്തിൽ സ്ഥിരമായി മടങ്ങി വരാത്ത വണ്ണം എന്നേക്കുമായി ഗുഹ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു. സർപ്പത്തിന്റെ ഹൃദയത്തിനുള്ളിലും കുടികൊള്ളുന്ന ഭഗവാന്റെ ആദേശാനുസരണം സർപ്പം ഹരിദാസ് ഠാക്കൂറിന് മുൻഗണന നൽകുകയും അദ്ദേഹത്തെ ശല്യപ്പെടുത്താതെ സ്ഥലം വിടാൻ തീരുമാനിക്കുകയും ചെയ്തു. അപ്പൊ ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. ആ സർപ്പത്തിന് അറിയോ? ഇപ്പൊ ഹരിദാസ് ഠാക്കൂർ മറ്റുള്ളവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഡെയിലി അങ്ങേ സന്ദർശിക്കാൻ ബുദ്ധിമുട്ടാണ്, ഞങ്ങളെ ആ സർപ്പം കടിച്ചാലോ എന്ന് പേടിയുണ്ട്. ഹരിദാസ് ഠാക്കൂറിന് പേടിയില്ല, പക്ഷെ വരുന്നവർക്ക് പേടിയുണ്ടല്ലോ. അപ്പൊ ശരിയാണ്, ആ ഭക്തന്മാർക്ക് ഒരുമിച്ചിരുന്ന് ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാനുള്ള ഒരു സന്ദർഭമാണ് അത്. അപ്പൊ അത് ഒരിക്കലും മുടക്കരുത് എന്ന് വിചാരിച്ചുകൊണ്ട് ഹരിദാസ് ഠാക്കൂർ എന്ത് പറഞ്ഞു? ശരി, പറയുന്നത് അനുസരിക്കാന്ന് പറഞ്ഞിട്ട് അവരെ കൂടെ പുറത്തു പോയി താമസിക്കാൻ തീരുമാനിക്കുമ്പോ അദ്ദേഹം അതിനുവേണ്ടി പുറത്തേക്ക് വരുമ്പോ എന്ത് ചെയ്യുന്നു? സർപ്പം തന്നെ സ്വയം വന്ന് വഴിമാറിപ്പോയി എന്ന നൈമിത്യമായി ഉപേക്ഷിച്ചു പോവാണ്. സർപ്പം എന്ന് പറഞ്ഞാൽ സർപ്പത്തിന് അത്രയും ബുദ്ധിബോധമൊക്കെ ഉണ്ടോ? വിശേഷ ബുദ്ധി ഉണ്ടോ? നമ്മള് നാലാൾക്കാർ വന്നിട്ട് ഹരിദാസ് ഠാക്കൂറിനോട് പറയണത് മനസ്സിലാക്കാനായിട്ട് ഇല്ല. അപ്പൊ അങ്ങനെ പോകാനുള്ള ബോധം ആരാണ് കൊടുത്തിട്ടുണ്ടാവുക? പരമദിവ്യോത്തമപുരുഷനായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് അല്ലെ? അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ എന്ത് ചെയ്തു? സർപ്പം ഹരിദാസ് ഠാക്കൂരോട് താമസിച്ചോടെ, ഞാൻ എന്റെ വാസസ്ഥലം വേറെ അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഹരിദാസ് ഠാക്കൂറിനെ പോലെയുള്ള നിർവ്യാജ ഭക്തന് ഭഗവാൻ എപ്രകാരം സംരക്ഷണം നൽകുന്നു എന്നതിന് വ്യക്തമായ ഉദാഹരണമാണിത്. സനാതന ധർമ്മ വ്യവസ്ഥിതിയുടെ അനുശാസനങ്ങൾ അനുസരിച്ച് ഏത് സാഹചര്യത്തിലും പൂർണ്ണമായും ഭഗവത് സംരക്ഷണത്തെ ആശ്രയിക്കുന്നതിനുള്ള പരിശീലനം ഒരുവന് ആരംഭത്തിൽ തന്നെ നൽകേണ്ടതാണ്. അപ്പൊ നമ്മൾ കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഇനി അടുത്ത ജനറേഷനെങ്കിലും നമ്മളത് പറഞ്ഞു കൊടുക്കണം. ഏത് സന്ദർഭത്തിലായാലും നമ്മളെ സംരക്ഷിക്കുന്നത് ആരാണ്? ഭഗവാനാണ് എന്നുള്ളത്. അത് അവശ്യ രക്ഷിപ്പോ കൃഷ്ണ, ഏത് അതിലാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ രക്ഷിക്കും എന്നുള്ള ഒരു ബോധം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. പക്ഷെ അതിന് എന്ത് വേണം? ഭഗവാനെ വിളിക്കണം. അപ്പൊ അവർക്ക് തോന്നും, ഓക്കെ, നമ്മൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ഭഗവാനെ സ്മരിക്കണം എന്നുള്ള ആ ശീലം ചെറുപ്പത്തിലേ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് മരിക്കുമ്പോഴും അതുണ്ടാവും അല്ലെ? സ്വന്തം അസ്തിത്വത്തിൽ പൂർണ്ണശുദ്ധനും പൂർണ്ണ വിശാരദനുമായ ഒരുവനെ സന്യാസമാർഗം സ്വീകരിക്കുന്നതിനെ നിർദ്ദേശിച്ചിരിക്കുന്നു. ഭഗവത്ഗീത 16:5 ദൈവീ സമ്പത്ത് ആയ ഈ അവസ്ഥയെ വിശദീകരിച്ചിരിക്കുന്നു. ഒരു മനുഷ്യൻ ആത്മീയ സമ്പത്ത് വർദ്ധിപ്പിക്കേണ്ടത് നിർബന്ധമായും ആവശ്യമാണ്. അല്ലാത്ത പക്ഷം ഭൗതിക സമ്പത്ത് ആത്മീയ സമ്പത്തിന് ആനുപാതികമല്ലാതെ ക്രമാതീതമായി വർദ്ധിക്കുകയും അവനെ യാതൊരു അനുരൂപ്യവുമില്ലാതെ കീഴ്പ്പെടുത്തുകയും ചെയ്യും. എപ്രകാരം ഒരുവൻ ഭൗതിക ലോകത്തിലെ വ്യത്യസ്ത ക്ലേശങ്ങളിൽ നിർബന്ധിതമായി അകപ്പെടുകയും ചെയ്യും. ഒരു സന്യാസി യാതൊരുവിധ സംസർഗവുമില്ലാതെ സദാ ഏകനായി ജീവിക്കണം. അപ്പൊ എന്താ പറയുന്നത്? നമ്മൾക്ക് സമ്പത്ത് ഉണ്ടാക്കേണ്ടത് എന്നല്ല പറയുന്നത്, നമ്മുടെ ആവശ്യത്തിന്, നമ്മുടെ ശരീരം നിലനിർത്താൻ ആവശ്യത്തിന് മാത്രമായി സമ്പത്ത് മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്തുണ്ടാവും? അതിന്റെ ആഗ്രഹം കൂടി കൂടി വന്നിട്ട് അതിൽ നമ്മൾ മുഴുകിപ്പോയി ഭഗവാനെ മറക്കും എന്നുള്ളതാണ്. അപ്പൊ ആത്മീയ സമ്പത്ത് എന്തായി മാറും? സീറോ ആയിട്ട് മാറും. എത്രത്തോളം ഭൗതിക സമ്പത്ത് നമുക്ക് മേലേക്ക് പോകുന്നോ അത്രത്തോളം ആത്മീയ സമ്പത്ത് കുറഞ്ഞു കുറഞ്ഞു വരും എന്നുള്ളതാണ് പറയുന്നത്. അപ്രകാരം ഒരുവൻ ഭൗതിക ലോകത്തിലെ വ്യത്യസ്ത ക്ലേശങ്ങളിൽ നിർബന്ധിതമായി അകപ്പെടുകയും ചെയ്യും. ഒരു സന്യാസി യാതൊരുവിധ സംസർഗവുമില്ലാതെ സദാ ഏകനായി ജീവിക്കണം. മാത്രമല്ല അദ്ദേഹം നിശ്ചയമായും നിർഭയനുമായിരിക്കണം. ഏകനായി വസിക്കുന്നതിന് അദ്ദേഹം ഒരിക്കലും ഭയപ്പെടരുത്. എങ്കിലും അദ്ദേഹം ഒരിക്കലും ഒറ്റയ്ക്കല്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഈ വാനപ്രസ്ഥത്തിന് പോകുന്ന ആൾക്കാരൊന്നും ഭയപ്പെടാത്തത്? അവര് ഒക്കെ ഭഗവാനിൽ പൂർണ്ണ വിശ്വാസമാണ്. അവരെന്താ വിചാരിക്കുന്നത്? ഒരു വന്യമൃഗം വന്ന് എന്നെ കൊന്നു കഴിഞ്ഞാലും ഞാൻ ആര് സ്മരണയിലിരിക്കുന്നത്? ആര് സ്മരണയിലിരിക്കുന്നത്? ഭഗവാന്റെ സ്മരണയിലാണ് ഇരിക്കുന്നത് അല്ലെ? ഭഗവാന്റെ സ്മരണയിൽ ഇരുന്ന് മരിച്ചുപോയ എന്താ ഗുണം? അപ്പൊ അവരെ സംബന്ധിച്ച് ഒരു മൃഗം വന്ന് അവരെ കൊല്ലുന്നത് എത്രയും വേഗത്തിൽ ഭഗവാന്റെ അടുത്തെത്തുകയാണ് ചെയ്യുന്നത്. 10 കൊല്ലം തപസ് കഴിഞ്ഞിട്ടാണ് ഭഗവാൻ രക്ഷപ്പെടാൻ വിചാരിച്ചേക്കണേന്ന് വെച്ചോളൂ. പക്ഷെ അതിനു മുമ്പ് വന്ന് ഒരു മൃഗം കൊല്ലുമ്പോ ഭഗവത് സ്മരണയിൽ ഇരുന്ന എന്താ ഗുണം? അതിനു മുമ്പ് തന്നെ ഭഗവാന്റെ നാമത്തിലേക്ക് എത്താം അല്ലെ? അപ്പൊ ആ രീതിയിലാണ് അവർ അതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഭയപ്പെടുന്നില്ല എന്നുള്ളതാണ്. മരിക്കാൻ അവർക്ക് ഭയമില്ല അല്ലെ? എങ്കിലും അദ്ദേഹം ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഭഗവാൻ ഏവരുടെയും ഹൃദയത്തിൽ അന്തരംഗസ്ഥനായി സ്ഥിതി ചെയ്യുന്നു.
നിർദ്ദിഷ്ടമായ പ്രക്രിയയാൽ ഒരുവൻ ശുദ്ധനാക്കപ്പെടാത്ത പക്ഷം താൻ ഏകനാണെന്ന് ഒരുവന് അനുഭവപ്പെടുന്നു. സന്യാസ ജീവിത ക്രമത്തിലുള്ള ഒരു മനുഷ്യൻ നിശ്ചയമായും നിർദ്ദിഷ്ട പ്രക്രിയയാൽ ശുദ്ധീകൃതനായിരിക്കണം. അപ്രകാരം എല്ലായിടത്തിലും അദ്ദേഹത്തിന് ഭഗവത് സാന്നിധ്യം അനുഭവപ്പെടും. അപ്പൊ എന്ത് വേണം? നമ്മൾ ഹരേകൃഷ്ണ മന്ത്രം ഇതാണ് നിർദ്ദിഷ്ടമായ പ്രക്രിയ എന്ന് പറഞ്ഞത്. ഇവിടെ എന്താണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം നാമസങ്കീർത്തനാണ് അല്ലെ? അങ്ങനെ ശുദ്ധമാകാത്തിടത്തോളം കാലം എന്താണ്? നമ്മൾ ഒറ്റയ്ക്കാണ് നമ്മൾക്ക് തോന്നും. നമ്മൾക്ക് രാത്രി നമ്മുടെ വീടിന്റെ ഉള്ളിൽ വാതിലൊക്കെ അടച്ചു കഴിഞ്ഞിട്ട് കിടക്കാൻ പേടിയിൽ എത്ര ആളുണ്ട് ഇവിടെ? ഒന്ന് പറയൂ. നിറയെ പേർക്കുണ്ട്. പ്രത്യേകിച്ച് ആരെങ്കിലും എപ്പോഴും നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നുണ്ട് എന്ന് വിചാരിച്ചോളൂ. നമ്മൾ തന്നെ നിൽക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം അവർക്ക് എന്തോ വിശേഷത്തിന് പോണ്ടി വന്നു, ഒന്ന് രാത്രി വരില്ല എന്ന് പറഞ്ഞാൽ അന്ന് മുഴുവൻ 4 തവണ ചെക്ക് ചെയ്യും. എല്ലാ വാതിലും ഇവിടെ എല്ലാം കുറ്റിയിട്ടിട്ടുണ്ടോ, ഇത്രയും നമ്മൾ വീട്ടിന്റെ ഉള്ളിലാണ്. എന്നിട്ട് പോലും നമ്മൾക്ക് പേടിയുണ്ട് ആരെങ്കിലും ആ കതവ് തല്ലി പൊളിച്ചു വന്ന് നമ്മളെ ഉപദ്രവിക്കുന്നില്ല. നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ടാണ് അത് എന്തുകൊണ്ടാണ്? ഭഗവാൻ കൂടെയുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസം നമ്മുടെ ഉള്ളിൽ വരാത്തത് കൊണ്ടാണ്. അപ്പൊ ശരിക്കും എന്താണ്? രാഖേ കൃഷ്ണ മാരേക്ക് മാരേ കൃഷ്ണ രാഖേക്ക്. ഭഗവാൻ രക്ഷിക്കണം എന്ന് വിചാരിച്ചാൽ ഒരാൾക്കും ഒരാളെ കൊല്ലാൻ പറ്റില്ല. ഓക്കെ, ഒരാളെ കൊല്ലണമെന്ന് ഭഗവാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിലോ ഏത് സന്ദർഭത്തിലായാലും നമ്മൾക്ക് രക്ഷപ്പെടാനും പറ്റില്ല. കാരണം നമ്മൾക്ക് പരീക്ഷ മഹാരാജാവിന്റെ കാര്യം തന്നെ ഇരിക്കുക, നമ്മൾ ഭാഗവതം കൊണ്ട് ശുദ്ധനായി എന്നുള്ളതൊക്കെ ഒക്കെ തന്നെ. പക്ഷെ ആ തക്ഷകൻ എങ്ങനെയാ വന്നേന്നുള്ളത് വളരെ ഇതല്ലേ? എന്താണ് പഴത്തിന്റെ ഉള്ളില് ഒരു പുഴുവായിട്ടാണ് കാണാൻ പറ്റാത്ത രീതിയിൽ ഇത്രയും സെക്യൂരിറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടേക്ക് വരുന്ന എല്ലാം ചെക്ക് ചെയ്തിട്ട് വേണം അദ്ദേഹത്തിന് ഭക്ഷണം എത്താനുള്ളതെന്നൊക്കെ. എന്നിട്ടും പറ്റിയോ? ഇല്ല. അതാണ് ഭഗവാൻ ഒരാളുടെ മരണം എങ്ങനെയാണ് തീരുമാനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്ക് സാധ്യമല്ല. അതിപ്പോ നമ്മൾ എത്ര താക്കോലിട്ട് കഴിഞ്ഞാലും എത്ര ഇട്ട് മൂടി കഴിഞ്ഞു കഴിഞ്ഞാലും വേറൊരു രീതിയിൽ ഒരാൾ ഉള്ളിൽ വരാൻ നമ്മളെ കൊല്ലാം എന്നുള്ളതാണ്. അതിന് സമയവും സന്ദർഭങ്ങളും ഉണ്ടാക്കുന്നത് ഭഗവാനാണ് എന്ന് മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് എവിടെ ഇരുന്ന് കഴിഞ്ഞാലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ശരിക്ക്. സന്യാസ ജീവിത ക്രമത്തിലുള്ള ഒരു മനുഷ്യൻ നിശ്ചയമായും നിർദ്ദിഷ്ട പ്രക്രിയയിൽ ശുദ്ധീകൃതനായിരിക്കണം. അപ്രകാരം എല്ലായിടത്തിലും അദ്ദേഹത്തിന് ഭഗവത് സാന്നിധ്യം അനുഭവപ്പെടും. അനന്തരം ദേഹത്തിന് ഏകനായിരിക്കുവാൻ ഭയമുണ്ടാവുകയില്ല. ഓരോ ആശ്രമത്തിലും നിർദ്ദിഷ്ടമായ കർത്തവ്യ നിർവഹണത്തിലൂടെ ഓരോരുത്തരും അവരവരുടെ അസ്തിത്വത്തെ ശുദ്ധീകരിക്കുന്ന പക്ഷം ഏവർക്കും സത്യസന്ധനും നിർഭയനുമായി തീരാൻ കഴിയും. ഇതിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു പോയിന്റാണ് ഇവിടെ പറഞ്ഞത്. ഏവർക്കും സത്യസന്ധനും. എന്തുകൊണ്ടാണ് എപ്പോഴാണ് നമ്മൾ നുണ പറയണത്? ഹരേ കൃഷ്ണ. ഏത് സന്ദർഭത്തിലാണ് നുണ പറയുന്നത്? ആരെങ്കിലും നമ്മളെ വന്നു കഴിഞ്ഞാൽ അല്ല, നമ്മൾ നുണ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലോ നമ്മൾ ഇപ്പോ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അമ്മയുടെ കയ്യിൽ നിന്നോ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടുന്നുള്ളൊരു പേടിയുണ്ട്. നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് പറയാനുള്ള പേടിയാണ്. കാരണം എനിക്കൊരു പനിഷ്മെന്റ് കിട്ടിയാലോ, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഒരു ഇമേജ്, നമ്മളൊരു സൊസൈറ്റിയിൽ ഒരു ഇമേജ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അയ്യോ എന്റെ ഇമേജ് പോയാലോ എന്നുള്ളത്. അല്ലെങ്കിൽ ഭാര്യയും മക്കളും എന്താണ് വിചാരിക്കുക എന്നുള്ളത്. ഇങ്ങനെ പല ചിന്തകൾ കൊണ്ടാണ് നമ്മൾക്ക് പലപ്പോഴും ഏതെങ്കിലും ചെറിയ തെറ്റ് നമ്മൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ കൂടി അത് തുറന്നു പറയാനുള്ള പേടി ഉണ്ടാവുന്നത്. അപ്പോഴാണ് നുണ പറയാനുള്ള ആ ഒരു ടെംപ്റ്റേഷൻ വരുന്നത് അല്ലെ, സാഹചര്യങ്ങൾക്ക് അനുസരിച്ച്. അപ്പം അതാണ് ഇവിടെ പറയുന്നത്. പക്ഷെ ഭഗവാനിൽ പൂർണ്ണമായിട്ട് വിശ്വാസം ഉണ്ടെങ്കിൽ അപ്പൊ നമ്മൾക്ക് എന്താ തോന്നുക? ഈ സന്ദർഭം ഉണ്ടാക്കിയത് എന്തായാലും തെറ്റ് പറ്റാനുള്ള കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു സന്ദർഭം നമ്മൾ ഫേസ് ചെയ്യണം എന്നുള്ളതുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഇതും ഭഗവാന്റെ പ്ലാൻ ആണ് അല്ലെ? അപ്പൊ അതിന് ഞാൻ ധൈര്യപൂർവ്വം നേരിടണം. അപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഇമേജ് മോശമായാലും കുഴപ്പമില്ല, ഞാൻ നേരെ പറയുള്ളൂ. അങ്ങനെ പറയാനുള്ള ധൈര്യം നമ്മൾക്ക് വന്നു കഴിഞ്ഞാല് അതിനെ നേരിടാനുള്ള ധൈര്യവും അതിന്റെ വഴികളും ആരുണ്ടാക്കും? ഭഗവാനുണ്ടാക്കും. പക്ഷെ നമ്മൾക്ക് ഭഗവാനെ വിശ്വാസമില്ല. ഭഗവാനെ വിശ്വാസമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നു? നമ്മളുടെ പ്ലാനുകൾ ഉണ്ടാക്കുന്നു. പക്ഷെ നമ്മൾ എന്ത് പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. എപ്പോഴും നമ്മള് നേരെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആ സമയത്ത് ഒരു അടി കൊള്ളുമായിരിക്കാം, മറ്റുള്ളവരൊന്ന് കളിയാക്കുമായിരിക്കാം, പുച്ഛിക്കുമായിരിക്കാം. അത് അതോടുകൂടി തീരും എന്നുള്ളതാണ്. മനസ്സിലാവുണ്ടോ? അതിനേക്കാളും നല്ലത് അറ്റ്ലീസ്റ്റ് വന്നിട്ട് എല്ലാവരും അംഗീകരിക്കും, തെറ്റ് തുറന്നു പറഞ്ഞുല്ലോ. ആ ഒരു ധാരണ എല്ലാവരുടെ ഉള്ളിലുണ്ടാവും. ഇയാൾ സത്യസന്ധനാണ്. നാളെ ഒരു സന്ദർഭം ഉണ്ടാവുമ്പോൾ അയാളെ എല്ലാവരും വിശ്വസിക്കും. എന്താ കാരണം? അത്രയും തെറ്റ് പറ്റിയിട്ട് പോലും അത് നേരിട്ട് പറയാനുള്ള ഒരു ധൈര്യം അവർ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സന്ദർഭത്തിലും അയാൾ പറയുന്നത് നേരാണ് എന്ന് നമ്മുടെ കൂടെ നിൽക്കാനായിട്ട് 10 പേരുണ്ടാവും, നമ്മൾ സത്യസന്ധരാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ നുണ പറഞ്ഞതാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായി കഴിഞ്ഞാലോ, നമ്മൾ പിന്നെ എത്ര സത്യം പറഞ്ഞു കഴിഞ്ഞാലും നമ്മളെ വിശ്വസിക്കാനായിട്ട് ഒരാളുണ്ടാവില്ല, നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ വേദനിർദ്ദേശങ്ങളുടെ സത്യസന്ധമായ ശ്രവണത്തിലൂടെ ഒരുവന് അവന്റെ നിർദ്ദിഷ്ട കർത്തവ്യത്തിൽ സ്ഥിരീകരിക്കുവാൻ കഴിയും. മാത്രവുമല്ല ഭക്തി സേവനത്തിലൂടെ വേദജ്ഞാന സത്തയുടെ സമീകരണവും സാധ്യമാണ്.
ഭക്തി സേവനത്തിലൂടെ വേദജ്ഞാനത്തിന്റെ അന്തസത്ത ഉൾക്കൊള്ളുവാൻ കഴിയും. അപ്പൊ എന്ത് വേണം? ഭക്തി സേവനങ്ങൾ കൊണ്ട് ആ ധൈര്യം നമ്മൾക്ക് വരണം എന്നത് ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട്. ഭഗവാൻ എപ്പോഴും നമ്മളെ രക്ഷിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ധൈര്യമായിട്ട് എന്ത് സന്ദർഭങ്ങളിൽ നേരിടാനുള്ള ആ ഒരു ചങ്കൂറ്റം നമ്മൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. ആ ഒരു ധൈര്യം നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാല്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ചൊല്ലിക്കൊള്ളു. ഓ ഭഗവതേ ഭഗവതേ വാസുദേവായ, നമോ നമോ ഭഗവതേ വാസുദേവായ, നമോ ഭഗവതേ വാസുദേവായ. ഭഗവതേ വാസുദേവായ. ഏവം സുചിത്തേ സ്വത ഏവ സിദ്ധ ആത്മാ പ്രിയോർത്ഥോ ഭഗവാനനന്തഃ തം നിർവൃതോ നിയതാതേ ഭജേത സാരകേതു പരമശ്ച യത്ര. ഏവം എപ്രകാരം സുജിത്തെ ഒരുവന്റെ സ്വന്തം ഹൃദയത്തിനുള്ളിൽ സ്വതഃ അദ്ദേഹത്തിന്റെ നിസ്സീമാധികാരത്താൽ തീർച്ചയായും സിദ്ധക പൂർണ്ണമായും വെളിപ്പെടുത്തി കാട്ടിയ ആത്മാ പരമാത്മാവ്, പ്രിയക വളരെ പ്രിയപ്പെട്ട, അർത്ഥക അർത്ഥം, ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷൻ, അനന്തക അനന്തം, തം അദ്ദേഹത്തിന്, നിർവൃതക ലോകത്തിൽ നിന്നും വേർപ്പെടുത്തപ്പെട്ട്, നിയത നിത്യമായ, അർത്ഥക പരമനേട്ടം, ഭജേതക ഒരുവൻ നിശ്ചയമായും ആരാധിക്കണം, സംസാരഹേതു അസ്തിത്വത്തിന്റെ ബദ്ധാവസ്ഥയ്ക്ക് കാരണം, ഉപരമക അവസാനം, യത്ര ഏതിൽ. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഏവം സ്വജിത്തെ സ്വത ഏവ സിദ്ധ. സമയം എത്രയായിട്ടുണ്ട്? ഹരേ കൃഷ്ണ. സമയമായോ? 55 ഓക്കെ. അപ്പൊ നമ്മൾ ഈ വിവർത്തനം വായിച്ചു നിർത്താട്ടോ. ഒരുവൻ അപ്രകാരം സ്ഥിരീകൃതനായിട്ട് സ്വന്തം ഹൃദയത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പരമാത്മാവിനെ നിശ്ചയമായും സേവനം സമർപ്പിക്കണം. ഭഗവാൻ അദ്ദേഹത്തിന്റെ നിസ്സീമാധികാരത്താൽ ഏവരുടെയും ഹൃദയത്തിൽ പരമാത്മാവായി കുടികൊള്ളുന്നു. എന്തെന്നാൽ അദ്ദേഹം സർവശക്തനായ പരമദിവ്യോത്തമ പുരുഷനും ശാശ്വതനും അനന്തനും അമേയനുമാകുന്നു. ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം അദ്ദേഹമാകുന്നു. മാത്രവുമല്ല, അദ്ദേഹത്തെ ആരാധിക്കുന്നതിലൂടെ ഒരുവന് അസ്തിത്വത്തിന്റെ ബദ്ധാവസ്ഥയ്ക്ക് ഹേതുവായതിനെ അവസാനിപ്പിക്കാൻ കഴിയും. ഹരേ കൃഷ്ണ. ഇതിന്റെ നമ്മൾക്ക് എക്സ്പ്ലനേഷൻ ആണ് ചെയ്യാട്ടോ.